വെൽക്കം ഗൈസ്, എല്ലാവർക്കും കോമഡിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ന്യൂ എറ 1.0 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് എങ്ങനെ ഒഫീഷ്യലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ ഒരു VPN യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയാലാണെങ്കിൽ നമുക്കത് കിട്ടുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ VPN ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇന്ത്യ ഒഴികെ വേറെ ഏത് സെർവർ ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് പബ്ജിയിൽ സെർച്ച് ചെയ്തു, നമുക്ക് പബ്ജിയുടെ ഒരു ലിസ്റ്റിലും നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ പബ്ജി മൊബൈലിൽ ഒരു ഗെയിമും ഇല്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ക്രോം ബ്രൗസറോ നമ്മുടെ ഫോണിലുള്ളൊരു ബ്രൗസർ എടുത്തിട്ട് പബ്ജി മൊബൈൽ എടുക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ പല വെബ്സൈറ്റിൽ നിന്ന് പബ്ജി മൊബൈൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷേ ഇത് പബ്ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് PUBGMobile.com. ഇവിടെയാണെങ്കിൽ ഗ്ലോബലായിട്ടുള്ള നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിലാണെങ്കിൽ മറ്റേ ന്യൂ എറയുടെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഹൈലൈറ്റുകളും കാര്യങ്ങളും അതിൻ്റെ UI ഇൻ്റർഫേസിനെ കുറിച്ചൊക്കെ. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു APK ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ ഒരു ആൻഡ്രോയിഡ് ചിഹ്നമായിട്ട് ഇവിടെ താഴെ കിടപ്പുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതേ നോക്കിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡിങ് ഓപ്ഷൻ വരും. ഇതാണെങ്കിൽ ഒരു 600 MB ഒരു APK ഫയലാണ്. ഇത് ഡൗൺലോഡായിട്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഞാൻ ഇവിടെ ഇൻസ്റ്റാളിൽ നിൽക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെർച്ചിങ് വരും. എന്നുവെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോർ സെക്യൂരിറ്റിയും കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്. അതിൻ്റെ ഇൻസ്റ്റാൾ കൊടുത്തു. നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നല്ല, നമ്മൾ പബ്ജി മൊബൈലിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ചിലർക്കാണെങ്കിൽ ഈ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറാൻ പറ്റിയെന്ന് വരുന്നില്ല. അത് അവരുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ VPN യൂസ് ചെയ്താൽ മതി, നമുക്ക് ആ വെബ്സൈറ്റിലോട്ട് ആക്സസ് കിട്ടുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അവൻ VPN യൂസ് ചെയ്തപ്പോൾ അവന് കയറാൻ പറ്റി. പിന്നെ നമ്മളിത് 600 MB ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് തരുമ്പോഴത്തേക്കിനും ഒരു 14 റിസോഴ്സ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കിവിടെ വരും. അത് ടോട്ടൽ അറൗണ്ട് ഒരു 400 MB വരുന്നൊരു ഫയലാണ്. എന്നുവെച്ചാൽ ഈ 14 കൂടെ ചേർത്ത് അതെല്ലാം നമ്മൾ എന്നുവെച്ചാൽ ആ റിസോഴ്സ് ഫയൽ എല്ലാം ഡൗൺലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പബ്ജി മൊബൈൽ ഇവിടെ ലോഞ്ചായി വരും. നമ്മൾ സാധാരണ രീതിയിൽ ലോഞ്ചായി വരുന്ന പോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എല്ലാ ഇൻ്റർഫേസും ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാൻ്റെ സെക്ഷനിൽ എനിക്ക് അധികം മാറ്റങ്ങളായിട്ട് വന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ക്ലാനിൽ അധികം ചേഞ്ചസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ കാണുന്നത് നമ്മുടെ ഹോം പേജിൻ്റെ ഇൻ്റർഫേസ് നല്ലപോലെ മാറിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ നേരത്തെ ഒരു ഹോം പേജിൻ്റെ ലുക്കേ അല്ല, ഇപ്പോൾ ഒരു വേറൊരു ഫീൽ തന്നെയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഏകദേശം ഒരു നമ്മുടെ നിങ്ങൾ മറ്റേ ഫ്രീ ഫയർ കളിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ഏകദേശം ഒരു ഇൻ്റർഫേസ് ഇതേപോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് ഇവരിപ്പോൾ ഇത് വന്നേക്കുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ നമ്മുടെ BP ചിഹ്നം മാറിയിട്ടുണ്ട്, UC ചിഹ്നം മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ ഐക്കൺസ് മാറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ചിലർക്കാണെങ്കിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ പബ്ജിയുടെ ഈ പുതിയ വേർഷനാണെങ്കിൽ ഏതെങ്കിലും വേറെ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പബ്ജി അക്കൗണ്ട് ബാനായി പോകുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ പറയുന്ന ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്നും ബാൻ ആകത്തില്ല. കാരണം ഇത് ഇവരുടെ പബ്ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. എന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനാണെങ്കിൽ അത് ഒരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ അവരുടെയിലാണെങ്കിൽ APK ചിലപ്പോൾ അവർ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിൽ നമ്മളത് ലോഗിൻ ചെയ്യാൻ നേരത്ത് അതിലാണെങ്കിൽ ഒരു ഹാക്ക് പോലെ അവർ ഡിറ്റക്ട് ചെയ്ത് ചിലപ്പോൾ നാളെ അക്കൗണ്ടൊക്കെ ബാൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പബ്ജിയുടെ മൊബൈലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്ത് നിങ്ങളെ കാണിച്ച പോലെ തന്നെ. അപ്പം ഗൈസ്, ഇത്ര എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ബാക്കിയാണെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളൂ എന്തൊക്കെ ഇൻ്റർഫേസിൽ മാറ്റം വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ എൻജോയ് ചെയ്യുക ഗൈസ്.